Hello champions, welcome back to Xylem, welcome back to the world of English. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ആനുവൽ എക്സാമിന് വേണ്ടി ഗംഭീരമായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. അതിൽ ഇംഗ്ലീഷിന്റെ പരീക്ഷയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു കീറാമുട്ടിയായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് എന്താ ഗ്രാമർ എന്ന് പറയുന്നത്. സോ നമ്മുടെ ഗ്രാമറില് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്രാമർ സീരീസ് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ 3ാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ആദ്യത്തെ 2 എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ ആ എപ്പിസോഡ്സിന്റെ ലിങ്ക് ഞാൻ ഈ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും നിർബന്ധമായിട്ടും ആ വീഡിയോ കാണണം. 1ാമത്തെ വീഡിയോയില് ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ച് നിതിൻ സാർ ഒരു അടിപൊളി ക്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2ാമത്തെ വീഡിയോയില് ഇഫ് ക്ലോസ് അല്ലെങ്കിൽ കണ്ടീഷണൽ സെന്റൻസസിനെ കുറിച്ച് അൻവർ മിസ്സിന്റെ ഒരു ക്ലാസ് ഉണ്ട്. സോ ഈ 2 വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ട് കാണും. നമ്മൾ ഇന്ന് എന്താ സംസാരിക്കാൻ പോകുന്നത് എന്ന് പറയുന്നതിന് മുമ്പ് ഐ വുഡ് ലൈക്ക് ടു ഗിവ് യു എ ക്ലാരിറ്റി അബൌട്ട് ദ ഗ്രാമർ സെക്ഷൻസ്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഗ്രാമർ സെക്ഷൻസ് ഏതൊക്കെയാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. സിമ്പിൾ ആണ്, നോക്കൂ. ഈ പറയുന്ന കാര്യങ്ങൾ, ഒന്ന്, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ എന്ന് പറഞ്ഞൊരു ചോദ്യം വരും. എന്താണ് കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ഒക്കെ നമുക്ക് അറിയാം. ഒരു കോൺവെർസേഷൻ തരും, അതിൽ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാവും, ഇഫ് ക്ലോസ് ഉണ്ടാവും, ക്വസ്റ്റ്യൻ ഫോർമേഷൻ ഉണ്ടാവും, ഹാഡ് ബെറ്റർ ഉണ്ടാവും. ഇതാണ് കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. രണ്ടാമത് എഡിറ്റിംഗ് ഉണ്ടാവും, പിന്നെയോ ഫ്രേസൽ വെർബ്സ് ഉണ്ടാവും, പിന്നെയോ പ്രപ്പോസിഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ക്ലോസ് ടൈപ്പ് ഇൻ, അറ്റ്, ഓൺ, ഓഫ്, ഇതൊക്കെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ചേർക്കാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ സെന്റൻസ് സ്ട്രക്ചർ ഉണ്ടാവും, നൗൺ ഫ്രേസ്, വെർബ് ഫ്രേസ് എന്നൊക്കെ പറയുന്ന സെന്റൻസ് സ്ട്രക്ചർ ഉണ്ടാവും. പിന്നെ റിപ്പോർട്ടഡ് സ്പീച്ച് ഉണ്ടാവും. ശരിയാണല്ലോടാ? ഈ പറഞ്ഞ എല്ലാ ടോപ്പിക്കുകളും ഇനിയുള്ള 10 സീരീസുകളിലായിട്ട്, ഇനിയുള്ള 10 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കംപ്ലീറ്റ് ദ കോൺവെർസേഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ആദ്യം കംപ്ലീറ്റ് ദ കോൺവെർസേഷനിൽ എന്തൊക്കെ ചോദ്യങ്ങൾ വരുമെന്ന് നമുക്ക് അറിയണം. നോക്കൂ, കംപ്ലീറ്റ് ദ കോൺവെർസേഷനിൽ എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താ? ക്വസ്റ്റ്യൻ ടാഗ്. നമ്മുടെ ഗ്രാമർ സീരീസിലെ 1ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മറ്റൊരു ചോദ്യമാണ് ഇഫ് ക്ലോസ്. ഗ്രാമർ സീരീസിലെ 2ാമത്തെ എപ്പിസോഡിൽ. സോ ഇതൊക്കെ എവിടെയുള്ളത്? ഇതൊക്കെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കംപ്ലീറ്റ് ദ കോൺവെർസേഷനിൽ ഏറ്റവും പ്രധാനമായി ചോദിക്കുന്ന വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. അത് ക്വസ്റ്റ്യൻ ഫോർമേഷൻ ആണ്. എന്താണ് സാറേ ക്വസ്റ്റ്യൻ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് ആരെങ്കിലും ഏതെങ്കിലും ഒരു ക്യാരക്ടർ പറഞ്ഞ ഒരു ആൻസർ കൊടുത്തിട്ടുണ്ടാവും, മുകളില് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യേണ്ടി വരും? ഫോം ചെയ്യേണ്ടി വരും, ഉണ്ടാക്കേണ്ടി വരും. ഓക്കെ, അപ്പോഴും നമുക്ക് അടുത്തൊരു പ്രശ്നം വന്നു. സർ, ഈ ക്വസ്റ്റ്യൻ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെയാണല്ലോ അതിന്റെ ഒരു കിടപ്പ് അല്ലെ? ഒന്ന് WH ക്വസ്റ്റ്യൻ ആണ്, മറ്റൊന്ന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ടെൻഷൻ ആവുമെന്ന് വേണ്ട, പതുക്കെ നിങ്ങൾക്ക് ഇത് പ്രോസസ് ചെയ്യാം. ഐ വിൽ ബ്രേക്ക് ഇറ്റ് ഡൗൺ ഫോർ യു. ശ്രദ്ധിച്ചു കേട്ടോളൂ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ഫോർമേഷൻ ആണ് എന്ന് ഞാൻ പറഞ്ഞു. അടുത്ത ചോദ്യം ഇതാണ്. സോ ക്വസ്റ്റ്യൻ ഫോർമേഷൻ എന്ന് പറയുന്ന സമയത്ത് 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന് WH ക്വസ്റ്റ്യൻ ആണ്, മറ്റൊന്ന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതെങ്ങനെയാ മനസ്സിലാക്കുക? സർ, ഇതെങ്ങനെ കണ്ടാ മനസ്സിലാവുക? WH ക്വസ്റ്റ്യൻ ആണോ ഞാൻ എഴുതേണ്ടത്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണോ ഞാൻ എഴുതേണ്ടത് എന്നെങ്ങനെ കണ്ടാ മനസ്സിലാവും? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ്, അത് പ്രധാനപ്പെട്ട ഒരു ഐഡിയ ആണ്. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കൂ മക്കളെ, 9ാം ക്ലാസ്സില് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ക്യാരക്ടർ ഉണ്ട്. അയാളുടെ പേര് മിഖാലി എന്നാണ് അല്ലെ? യൂണിറ്റ് നമ്പർ 2 ചാപ്റ്റർ നമ്പർ 1 മെറ്റേണിറ്റി. അതില് ചൈനമാൻ മിഖാലിയോട് എന്തോ ഒരു ചോദ്യം ചോദിക്കുന്നു. ചൈനമാൻ മിഖാലിയോട് എന്തോ ഒരു ചോദ്യം ചോദിക്കുന്നു. മിഖാലി ഒരു ഉത്തരം കൊടുക്കുന്നു. മിഖാലിയുടെ ഉത്തരം ഇതാണ്: ഇറ്റ്സ് മൈ ബ്രദർ ഓൺ ദ ഷോൾഡർ. മിഖാലി എന്താണ് ഉത്തരം കൊടുക്കുന്നത്? ഇറ്റ്സ് മൈ ബ്രദർ ഓൺ ദ ഷോൾഡർ. എന്റെ ഷോൾഡറിലുള്ളത് എന്റെ അനുജനാണ് എന്നാണ് ഉത്തരം. ഈ വീഡിയോ നിങ്ങൾക്ക് പോസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്താണ് എന്നൊന്ന് ആലോചിക്കാവോ? ഈ ചോദ്യം ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണോ, WH ക്വസ്റ്റ്യൻ ആണോ? സർ, ഒരു സംശയമില്ല, ഇതൊരു WH ക്വസ്റ്റ്യൻ ആണ്. അതെങ്ങനെയാ സാർ സാർക്ക് മനസ്സിലായത്? സാർ ഈ ചോദ്യം ഇട്ടുകൊണ്ട് സാർക്ക് അറിയാം? അല്ല സാർ, നിങ്ങൾ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നോക്കൂ. ഈ ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നത് യെസ്സിലോ നോയിലോ ആണോ? ഈ ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നത് യെസ്സിലോ നോയിലോ ആണോ? അല്ല. ഈ ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നത് യെസ്സിലോ നോയിലോ അല്ലാത്തത് കൊണ്ട് ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല.
പിന്നെ എന്ത് ക്വസ്റ്റ്യൻ ആവാനേ സാധ്യതയുള്ളൂ? WH ക്വസ്റ്റ്യൻ ആവാനേ സാധ്യതയുള്ളൂ. എന്താവാനേ സാധ്യതയുള്ളൂ? WH ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്ക് അടുത്തൊരു ഡൗട്ട് വരും, സാർ ഈ WH ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ഡൗട്ടാണ്. WH ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WH ക്വസ്റ്റ്യൻ വേർഡ്സിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ്. ഫോർ എക്സാമ്പിൾ നമ്മൾ 4ാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന സാധനമാണ് എന്ത്? വാട്ട്, വെൻ, വൈ, വേർ, വിച്ച്. W തുടങ്ങുന്ന ക്വസ്റ്റ്യൻ വേർഡ്സ്. പിന്നെയോ ഹൗ, ഹൗ മെനി, ഹൗ ഫാർ, ഹൗ ലോങ്. ഇതൊക്കെ Hൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇങ്ങനെ Wലോ Hലോ തുടങ്ങുന്ന ക്വസ്റ്റ്യൻ വേർഡ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനെ നമ്മൾ WH ക്വസ്റ്റ്യൻസ് എന്ന് വിളിക്കും. ശരിയാണ്, ശരിയാണ്. അടുത്ത ചോദ്യം, സർ എന്താ സർ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ? 2 കാര്യം നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. ഒന്ന്, യെസ് ഓർ നോ ക്വസ്റ്റ്യന്റെ ആൻസർ എപ്പോഴും ഒന്നിക്കെങ്കിൽ യെസ് എന്നായിരിക്കും, അല്ലെങ്കിൽ നോ എന്നായിരിക്കും. ശരിയാണ്, ശരിയാണ്. വേറൊരു കാര്യം കൂടി എന്റെ മക്കൾ ഓർമ്മിച്ച് വെക്കണം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഓക്സിലറി വെർബിലായിരിക്കും. എന്തിനായിരിക്കും? ഓക്സിലറി വെർബിലായിരിക്കും. ഇംഗ്ലീഷിൽ 24 ഓക്സിലറി വെർബ്സ് ഉണ്ട്. അത് അറിയില്ലെങ്കിൽ എന്റെ മക്കൾ നിർബന്ധമായിട്ടും അത് പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ് ആ ഓക്സിലറി വെർബ്സ്? ഈസ്, ആം, ആർ. ഏതൊക്കെയാണ്? ഈസ്, ആം, ആർ. വാസ്, വേർ. ഇപ്പൊ എത്രണ്ണമായി? 5 എണ്ണമായി. ഡു, ഡസ്, ഡിഡ് 8 എണ്ണമായി. ഹാസ്, ഹാവ്, ഹാഡ് 11 എണ്ണമായി. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം, എന്റെ കൂടെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന നോക്കൂ. ഈസ്, ആം, ആർ. വാസ്, വേർ. ഡു, ഡസ്, ഡിഡ്. ഹാസ്, ഹാവ്, ഹാഡ് 11. ഇങ്ങനെ 9 എണ്ണം നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിക്കും. ശ്രദ്ധിച്ചോ. വിൽ, വുഡ്, ഷാൽ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്. എങ്ങനെയാണ്? വിൽ, വുഡ്, ഷാൽ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്. ഇപ്പൊ 11, 9, 20 എണ്ണായി. ഇനി ഒരു 4 എണ്ണം കൂടി ഉണ്ട്. യൂസ് ടു, നീഡ്, ഡെയർ, ഓർ ടു. ഇത് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ഫ്രേസൽ ഓക്സിലറി വെർബ്സ് അല്ല. ഓക്കെ, അപ്പൊ ഈ 24 ഓക്സിലറി വെർബ്സിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബ് വെച്ചിട്ടായിരിക്കും എന്ത് തുടങ്ങുക? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ തുടങ്ങുക. ഫോർ എക്സാമ്പിൾ, ആർ യു ഹാപ്പി? നിങ്ങൾ ഹാപ്പി ആണോ? യെസ് എന്ന് പറയാം, അല്ലെങ്കിൽ നോ എന്ന് പറയാം. പക്ഷെ ആ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് ആർ എന്ന് പറഞ്ഞ ഓക്സിലറി വെർബിലാണ്. ശരിയല്ലേ? ഈസ് ഇറ്റ് യുവർ പെൻ? ഈസ് ഇറ്റ് യുവർ പെൻ? ഇത് നിന്റെ പേനയാണോ? യെസ്, ഇറ്റ്സ് മൈ പെൻ. ആ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് എങ്ങനെയാ? ഈസ് എന്ന് പറഞ്ഞ ഓക്സിലറി വെർബ് വെച്ചിട്ടാണ്. റൈറ്റ്? ഡിഡ് യു സീ ദ ഫിലിം? ഡിഡ് യു സീ രോമാഞ്ചം? എന്താണ് അതിന്റെ അർത്ഥം? ഡിഡ് യു സീ രോമാഞ്ചം? രോമാഞ്ചം എന്ന് പറഞ്ഞ സിനിമ കണ്ടോ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. എന്തിനാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഡിഡ് എന്ന് പറഞ്ഞ ഓക്സിലറി വെർബിൽ വെച്ചിട്ടാണ്. ഓക്കെ ആണല്ലോടാ മക്കളെ? സോ ഞാനിപ്പോ പറഞ്ഞത് WH ക്വസ്റ്റിനെ കുറിച്ചും യെസ് ഓർ നോ ക്വസ്റ്റിനെ കുറിച്ചുമാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ചോദ്യം എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. ആ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ആ ക്വസ്റ്റിനെ എഴുതാൻ പറ്റുക എന്നുള്ളതാണ്. ആൻഡ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഐ ടെൽ യു വൈ. നമ്മള് ഒരുപാട് റൂള് പഠിച്ചിട്ടൊന്നും കാര്യമില്ല. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റണം? ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ നമ്മൾ ഇനി അതാണ് ചെയ്യാൻ പോകുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് നമ്മൾ റൂള് പറയുന്നതിന് പകരം നമ്മൾ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മളിത് പഠിക്കാൻ പോവാണ്. ഈ മെത്തേഡിന് നമ്മൾ ലേണിംഗ് ബൈ ഡൂയിങ് എന്നാ പറയാ, ചെയ്ത് പഠിക്കുക എന്നാണ് പറയാ. സോ പീപ്പിൾ, are you ready? Trust me, I know what I'm talking about. So നമ്മൾ ഗംഭീരമായി ഇത് പഠിക്കും. റെഡി ആയിരുന്നോളൂ. Yes, and now comes the $1 million question. So നമുക്ക് ഈ WH ക്വസ്റ്റ്യൻ ആണ് എന്ന് മനസ്സിലായി, അല്ലെങ്കിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി. പതുക്കെ പ്രോസസ് ചെയ്താൽ മതി. ഇതെങ്ങനെ എഴുതുക? ഇതിന് എന്തെങ്കിലും ഒരു ഫോർമാറ്റ് ഉണ്ടോ? ഈ ഫോർമാറ്റ് തന്നെ എഴുതണോ? അല്ലെങ്കിൽ നമുക്ക് തോന്നിയ പോലെ ഇപ്പൊ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഒക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് തോന്നിയ ഓക്സിലറി വെർബ് എടുത്ത് എഴുതാൻ പറ്റുമോ? അല്ലെങ്കിൽ WH ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന സ്ട്രക്ചർ എഴുതാൻ പറ്റുമോ? ഇല്ല എന്നുള്ളതാണ് ഉത്തരം. അപ്പൊ ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. അതൊന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഈ പരിപാടി കുറച്ചുകൂടി എളുപ്പമാവും. ശ്രദ്ധിച്ച് കേട്ടോ. ഞാൻ ആദ്യം WH ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ 2 പേരും കൂടി ചേർന്നാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ. ഇവിടെ ഞാനൊരു WH ക്വസ്റ്റ്യൻ അപ്പു എന്ന് പറഞ്ഞ എന്റെ ഒരു ക്യാരക്ടർ ചോദിക്കുന്നു. വെൻ വിൽ യു കം? വെൻ വിൽ യു കം? അപ്പു അമ്മുവിനോട് ചോദിക്കുകയാണ്, എടി നീ എപ്പോഴാണ് വരിക? വെൻ വിൽ യു കം? അമ്മ ഉത്തരം കൊടുക്കുന്നു, ഐ വിൽ കം ടുമോറോ. ഞാൻ നാളെ വരും. ഞാൻ ഇതില്ല WH ക്വസ്റ്റ്യൻ മാത്രം ഇങ്ങെടുക്കുന്നു. എന്നിട്ട് ഞാൻ ഇതിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ടാക്കാൻ പോവാണ്. നോക്കിക്കോളെ നിങ്ങൾ. ഇവിടെ വെൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ എന്ന് പറഞ്ഞാൽ
WH ക്വസ്റ്റ്യൻ വേർഡ് ആണ്. വെൻ എന്ന് പറഞ്ഞാൽ എന്താണ്? WH ക്വസ്റ്റ്യൻ വേർഡ് ആണ്. ശരിയല്ലേ? അതിൽ സംശയമൊന്നുമില്ലല്ലോ. When will you come? When WH ക്വസ്റ്റ്യൻ വേർഡ് ആണ്. What are you doing? What WH ക്വസ്റ്റ്യൻ വേർഡ് ആണ്. How are you going? How WH ക്വസ്റ്റ്യൻ വേർഡ് ആണ്. ശരിയാണ്. അടുത്തത് ഈ വിൽ എന്താ സാധനം? വിൽ നമ്മളിപ്പോ പഠിച്ചു. ഈ സാം ആർ വാസ് വേർ ഡു ഡസ് ഡിഡ് ഹാസ് ഹാവ് ഹാഡ് വിൽ വുഡ് ഷാൾ ഷുഡ് ക്യാൻ കുഡ് മേ മൈറ്റ് മസ്റ്റ് നമ്മൾ പഠിച്ചു വെച്ചു. അപ്പോ അതെന്താണ്? അത് ഓക്സിലറി വേർബ് ആണ്. എന്താണ്? ഓക്സിലറി വേർബ് ആണ്. മക്കൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുഴുവൻ എഴുതുന്നത്. ഓക്സിലറി വേർബ് ആണ്. മൂന്നാമത്തത് യു ആണ്. ചോദ്യത്തിന്റെ മൂന്നാമത്തെ ഐറ്റം ഏതാണ്? യു ആണ്. യു എന്താണ് സാർ? യു സബ്ജക്റ്റ് ആണ്. യു എന്താണ്? സബ്ജക്റ്റ് ആണ്. പിന്നെ ഒരു കം കൂടി ബാക്കിയുണ്ട്. ആ കം എന്താണ്? അത് വേർബ് ആണ്. എന്താണ്? വേർബ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു WH ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് എന്താന്ന് നോക്കിക്കോളെ. ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വേർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വേർബ്. ഈ ഫോർമാറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ചോദ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരം തെറ്റാൻ സാധ്യതയില്ല. സോ ഈ ഫോർമാറ്റ് നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിച്ചു വെച്ചോ. ഈ ഫോർമാറ്റ് ഞാൻ നിങ്ങളെ കാണാതെ പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് അറിയുന്ന ഒരു ചോദ്യത്തിൽ നിന്ന് നമ്മൾ ആ ഫോർമാറ്റ് ഉണ്ടാക്കിയെടുത്തതാണ്. ഇനി ഇതേപോലെ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യനെ കുറിച്ച് സംസാരിക്കാൻ പോകും. ശ്രദ്ധിക്കണേടാ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. വിൽ യു കം ടുമോറോ? എന്റെ അപ്പു എന്റെ അമ്മുവിനോട് ചോദിക്കുകയാണ്, വിൽ യു കം ടുമോറോ? നാളെ നീ വരുമോ? യെസ് അല്ലെങ്കിൽ നോ എന്നാണ് ഉത്തരം. അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. കാരണം വിൽ എന്ന് പറഞ്ഞ ഓക്സിലറി വേർബിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിയാണ്. ഇനി അമ്മു ചോദിക്കുന്നു. അമ്മയുടെ ഉത്തരം ഇതാണ്, യെസ് ഐ വിൽ കം ടുമോറോ. അതെ ഞാൻ നാളെ വരും. അതെ ഞാൻ നാളെ വരും. അപ്പൊ അതിന് ഉത്തരം കിട്ടി. ഇനി നമ്മൾ ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യനെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോവാണ്. ഇതിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കും. വിൽ എന്ന് പറഞ്ഞ സാധനം എന്താണ്? AV ആണ്. AV എന്ന് പറഞ്ഞാൽ ഓക്സിലറി വേർബ് ആണ്. വിൽ എന്താണ്? ഓക്സിലറി വേർബ് ആണ്. യു എന്താണ്? സബ്ജക്റ്റ് ആണ്. ഞാനത് നേരത്തെ എഴുതിയിട്ടുണ്ട്. കം എന്താണ്? കം എന്ന് പറയുന്നത് വേർബ് ആണ്. കം എന്ന് പറയുന്നത് എന്താണ്? വേർബ് ആണ്. ടുമോറോ എന്നുള്ളത് ബാക്കിയുള്ളതാണ്. അതൊരു കോംപ്ലിമെന്ററി ആണ്. ഓക്കെ, ശ്രദ്ധിച്ചേക്കണേ. WH ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ അതിന്റെ ഫോർമാറ്റ് WH ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വേർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വേർബ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഒരേ ഒരു വ്യത്യാസം വരുള്ളൂ. WH ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടാവില്ല. ആദ്യം എന്ത് സ്റ്റാർട്ട് ചെയ്യും? ഓക്സിലറി വേർബിൽ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ സബ്ജക്റ്റ് പിന്നെ വേർബ്. ഈ ഫോർമുല നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കണം. ഇത്രേ ഉള്ളൂ. എന്താ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട, നിങ്ങളുടെ പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങളുടെ പഠനമുറിയിൽ ഒട്ടിച്ചു വെക്കേണ്ട ഒരു ഫോർമുലയാണ് ഈ കൊടുത്തിട്ടുള്ളത്. എന്താണ്? എങ്ങനെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം, എങ്ങനെ WH ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. സിമ്പിൾ ആണല്ലോടാ. സിമ്പിൾ ആണ്. ഇനി ഈ ഫോർമുല വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പോവാണ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കാരണം നമ്മളൊരു കാര്യം പഠിച്ചതുകൊണ്ട് കാര്യമില്ല, നമുക്ക് അതിനെ പ്രോസസ് ചെയ്യാൻ പറ്റണം. നമുക്ക് ആ റൂൾസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം. അവിടെയാണ് നിങ്ങൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ റൂൾസ് അറിയായിരിക്കാം, നിങ്ങൾ ഇതിന്റെ തിയറി ഒക്കെ കേട്ടിട്ടുണ്ടാവാം. പക്ഷെ when you're doing the question in real time, you will struggle. Why? Because you are not practicing enough questions. ഗ്രാമറിലെ ഒരു മാജിക് റൂൾ ഇതാണ്, പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. സോ ഇന്ന് നമ്മൾ ഈ വീഡിയോയില് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ചിരുന്നോളൂ. ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത്. അതായത് നമ്മളിപ്പോ കുറെ റൂൾസ് പഠിച്ചു, എങ്ങനെയൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് പഠിച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഐഡിയാസിനെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നു. ഐ വോണ്ട് യുവർ കംപ്ലീറ്റ് അറ്റൻഷൻ ഹിയർ. ശ്രദ്ധിച്ചു കേട്ടോ. ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ചാപ്റ്റർ ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങൾക്ക് ആ ചാപ്റ്ററിന്റെ കോണ്ടെക്സ്റ്റ് അറിയില്ലെങ്കിൽ, നിങ്ങൾക്ക് ആ ചാപ്റ്ററിലെ കഥ അറിയില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് കോൺവെർസേഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, കൃത്യമായിട്ട് എഫിഷ്യന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുതാൻ പറ്റില്ല. കേട്ടോളെ. സ്യൂവിനെയും ജോൺസിനെയും നിങ്ങൾക്ക് അറിയാം. സ്യൂ ജോൺസി നമ്മുടെ ദ ലാസ്റ്റ് ലീഫ് എന്ന് പറഞ്ഞ സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സ് ആണ്. ഇവിടെ സ്യൂ എന്തോ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇവിടെ സ്യൂ എന്തോ ഒരു ചോദ്യം ചോദിക്കുന്നു. അതിന് ജോൺസിയുടെ ഉത്തരം ഇതാണ്, നോ ഐ ആം നോട്ട് എ ടൂറിസ്റ്റ്, ഐ ഹാവ് കം ഹിയർ ടു വർക്ക് ആൻഡ് സ്റ്റഡി.
ശ്രദ്ധിച്ചോളെ, എന്താണ് ജോൺസി ഉത്തരം പറയുന്നത്? നോ, ഐ ആം നോട്ട് എ ടൂറിസ്റ്റ്. നോ, ഐ ആം നോട്ട് എ ടൂറിസ്റ്റ്. അല്ല, ഞാൻ ഒരു ടൂറിസ്റ്റ് അല്ല എന്നുള്ളതാണ് ആദ്യത്തെ അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങളുടെ ആദ്യത്തെ തിരിച്ചറിവ് ഇതായിരിക്കണം. ഇവിടെ സ്യൂ ചോദിക്കുന്ന ചോദ്യം ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ സ്യൂ ചോദിക്കുന്ന ചോദ്യം ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. സാർക്ക് എങ്ങനെ മനസ്സിലായി? സാറ് ഉത്തരത്തിൽ എന്തുണ്ട് സാറേ? ഉത്തരത്തിൽ നോ ഉണ്ട്. അപ്പൊ ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അതാണ് ഒന്നാമത്തെ കാര്യം. പരീക്ഷാ ഹാളിൽ നിങ്ങളുടെ തലയിലേക്ക് വരേണ്ട ആദ്യത്തെ ഇൻഫർമേഷൻ അതാണ്. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് സാറ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണ്? ആദ്യം ഒരു ഓക്സിലറി വെർബ് വേണം, പിന്നെ സബ്ജക്റ്റ് വേണം, പിന്നെ എന്ത് വേണം? വെർബ് വേണം. ആദ്യം എന്ത് വേണം? ഓക്സിലറി വെർബ് വേണം, പിന്നെ സബ്ജക്റ്റ് വേണം, പിന്നെ വെർബ് വേണം. ശരിയല്ലേ? ശരിയാണ്. ഇനി നമ്മൾ ഈ ഫോർമാറ്റില് ഈ ഉത്തരം കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ്. പിടിച്ചോളെ. ആദ്യം എനിക്ക് വേണ്ടത് ഓക്സിലറി വെർബ് ആണ്. എന്താണ്? ഓക്സിലറി വെർബ് ആണ്. നമ്മൾ റൂള് പ്രകാരം ചെയ്യാം. സർ, ഈ 24 ഓക്സിലറി വെർബിൽ ഏത് ഓക്സിലറി വെർബ് ആണ് ഞാൻ യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് കണിയാനെ വിളിച്ച് ജാതകം നോക്കിക്കാൻ പറ്റുമോ? പറ്റൂല. ഓക്സിലറി വെർബ് എവിടെ ഉണ്ടാവും? ആൻസറിൽ ഉണ്ടാവും. എവിടെ ഉണ്ടാവും? ആൻസറിൽ ഉണ്ടാവും. നോക്ക്, ഇതല്ലേ ഇവിടുത്തെ ഓക്സിലറി വെർബ്. സോ ഞാൻ റൂള് പ്രകാരം ആ ഓക്സിലറി വെർബിനെ മുകളിലേക്ക് എടുത്ത് എഴുതുന്നു. എന്താണ്? ആർ, സോറി, ആം. ഏതാണ്? ആം. ഇപ്പൊ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും സാർ എന്താ ഉദ്ദേശിച്ചത്. ആം ആണ് ഓക്സിലറി വെർബ്. സോ ഇവിടെയുള്ള ആം എന്ന് പറഞ്ഞ ഓക്സിലറി വെർബിനെ ഞാൻ മുകളിലേക്ക് എടുത്ത് എഴുതി. ഇനി എന്താ ഇവിടെ ഉത്തരം പറയുന്നത്? അല്ല, ഐ ആം നോട്ട് എ ടൂറിസ്റ്റ്. ഞാനൊരു ടൂറിസ്റ്റ് അല്ല എന്നുള്ളതാണ്. ഞാനൊരു ടൂറിസ്റ്റ് അല്ല എന്നുള്ളതാണ്. അപ്പൊ ചോദ്യം എന്തായിരിക്കും? നീ ഒരു ടൂറിസ്റ്റ് ആണോ എന്നുള്ളതായിരിക്കും. നീ ഒരു ടൂറിസ്റ്റ് ആണോ എന്നുള്ളതായിരിക്കും. സോ നീ എന്നുള്ളതാണ് സബ്ജക്റ്റ്. നീ എന്നുള്ളതാണ് സബ്ജക്റ്റ്. അതിന് ഇംഗ്ലീഷിൽ പറയാ യു എന്നാണ്. എന്താണ്? യു എന്നാണ്. ശരിയാണ്. അടുത്തത് ഈ എന്ത് എഴുതണം എന്നാ പറയുന്നത്? വേർബ് എഴുതണം എന്നാ പറയുന്നത്. പക്ഷേ ഐ ആം നോട്ട് എ ടൂറിസ്റ്റിൽ എന്തില്ല? എക്സ്ട്രാ വെർബ് ഒന്നുമില്ല. അവിടെ ആകെ ഉള്ളത് ആം എന്ന് പറഞ്ഞൊരു ഓക്സിലറി വെർബ് മാത്രമാണ്. അപ്പൊ മക്കൾ ഓർമ്മിച്ച് വെക്കേണ്ട കാര്യം, ഓക്സിലറി വെർബ് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ ഉത്തരത്തിൽ വേറെ വെർബ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ വേർബ് എഴുതാൻ നിൽക്കണ്ട. വേറെ വേർബ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് എഴുതാൻ നിൽക്കണ്ട? വേർബ് എഴുതാൻ നിൽക്കേണ്ട. വേർബുള്ള കേസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അടുത്തത് ബാക്കിയുള്ള എന്താണ്? ടൂറിസ്റ്റ് എന്നുള്ളതാണ്. നീ ഒരു ടൂറിസ്റ്റ് ആണോ എന്ന് ചോദിക്കണമെങ്കിൽ ആം യു എ ടൂറിസ്റ്റ്. ആം യു എ ടൂറിസ്റ്റ്. ഇപ്പൊ കുറെ ആൾക്കാര് കണ്ണ് ചൊളിക്കുന്നുണ്ടാവും എനിക്കറിയാം, മുഖം ചൊളിക്കുന്നുണ്ടാവും എനിക്കറിയാം. സാറിന്റെ ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ട്. ഇതിന്റെ ഉത്തരം ആം യു എ ടൂറിസ്റ്റ് എന്നല്ല. എന്താണ്? ആർ യു എ ടൂറിസ്റ്റ് എന്നാണ്. എന്താണ്? ആർ യു എ ടൂറിസ്റ്റ് എന്നാണ്. ശരിയാണ് മക്കളെ, നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്. അതിനുള്ള കാരണം നമ്മള് റൂള് പ്രകാരം ചെയ്യുമ്പോൾ അവിടെ ആമാ വരിക. പക്ഷെ ആം എന്ന് പറഞ്ഞ ഓക്സിലറി വെർബ് ഒരിക്കലും ആരുടെ കൂടെ ചേരില്ല? യുവിന്റെ കൂടെ ചേരില്ല. ആം എപ്പോഴും ആരുടെ കൂടെ മാത്രമേ വരുള്ളൂ? ഐയുടെ കൂടെ മാത്രമേ വരുള്ളൂ. സോ ആം യു എ ടൂറിസ്റ്റ് എന്നാണ് ഉത്തരം വന്നെങ്കിലും നിങ്ങൾ എന്ത് ഉത്തരം എഴുതുന്നു? ആർ യു എ ടൂറിസ്റ്റ് എന്ന് എഴുതുന്നു. ആമിന് പകരം നിങ്ങൾ എന്ത് ഉപയോഗിക്കുന്നു? ആർ എന്ന് ഉത്തരം എഴുതുന്നു. ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിക്കാനേടാ. ഇതുപോലെ മറ്റൊരു ചോദ്യം ചെയ്യാണ്. മറ്റൊരു ചോദ്യം. ജൂലിയാന കോക്കെ എന്ന് പറഞ്ഞ ക്യാരക്ടർ അവരുടെ അമ്മയുമായിട്ട് നടത്തുന്ന ഒരു സംഭാഷണമാണ്. ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അമ്മ പറയുന്നു ജൂലിയാനെ, അല്ലെ, മോളെ വിളിക്കുകയാണ്. ജൂലിയാനെ എന്ന് പറഞ്ഞിട്ട് മോളെ വിളിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കോമ. അല്ലാതെ ഇത് ക്വസ്റ്റ്യന്റെ എഴുതാനുള്ള കോമ അല്ല കേട്ടോ. ഓക്കെ, ജൂലിയാനെ എന്ന് വിളിക്കുകയാണ്. എന്നിട്ട് എന്തോ ഒരു ചോദ്യം ചോദിക്കുന്നു. എന്തോ ഒരു ചോദ്യം ചോദിക്കുന്നു. ഉത്തരം യെസ് മോം മൈ പാക്കിംഗ് ഈസ് ഡൺ. യെസ് മോം മൈ പാക്കിംഗ് ഈസ് ഡൺ. അതെ അമ്മേ, എന്റെ പാക്കിംഗ് കഴിഞ്ഞു. എന്റെ പാക്കിംഗ് കഴിഞ്ഞു. അപ്പൊ അമ്മ ചോദിക്കുന്ന ചോദ്യം നിന്റെ പാക്കിംഗ് കഴിഞ്ഞോ എന്നുള്ളതാണ്. അണ്ടർസ്റ്റാൻഡിങ് നമ്പർ 1, ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതിന്റെ ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നത് യെസ്സിലാണ്. രണ്ടാമത്തത്, യെസ് ഓർ നോ ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് ഇതാണ്: ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ്. ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ്. നേരത്തെ വെർബ് ഉണ്ടായിരുന്നില്ല, ഇപ്പൊ വെർബ് ഉണ്ട്. ശ്രദ്ധിച്ചോ, ഇവിടുത്തെ ഓക്സിലറി വെർബ് ഏതാ? ഈസ് ആണ്. ഇവിടുത്തെ ഓക്സിലറി വെർബ് ഏതാണ്? ഈസ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് എഴുതുന്നു? ഞാൻ ഈസ് എന്ന് എഴുതുന്നു. എന്താണ്? ഈസ്. സബ്ജക്റ്റ് ഏതാ? മൈ പാക്കിംഗ്. എന്റെ പാക്കിംഗ് കഴിഞ്ഞു. അപ്പൊ ചോദ്യം നിന്റെ പാക്കിംഗ് കഴിഞ്ഞു. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിന്റെ പാക്കിംഗ് കഴിഞ്ഞു. സോ നിന്റെ പാക്കിംഗ് എന്നുള്ളതിന് ഇംഗ്ലീഷ് എന്താണ്? യുവർ പാക്കിംഗ്. എന്താണ്?
യു ആർ പാക്കിംഗ്. സോ ഇവിടെ ഓക്സിലറി വെർബ് എഴുതി, സബ്ജക്റ്റ് എഴുതി. ഇനി വെർബ് ഏതാ? വെർബ് ഡൺ ആണ്. ഏതാണ്? അതിനൊരു മാറ്റവും ഇല്ല. എന്താണ്? ഡൺ ആണ്. സോ ഈസ് യു ആർ പാക്കിംഗ് ഡൺ എന്നുള്ളതാണ് ഉത്തരം. ശരിയാണോ? ശരിയാണ്. ഇനി ഇവിടെ നിങ്ങളെ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ, നിങ്ങളെ കുറച്ച് ബുദ്ധിമുട്ടാക്കാൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ അപ്പു എന്ന് പറഞ്ഞ ഒരാൾ പറയാണ്, ഐ വെന്റ് ടു ദ മാർക്കറ്റ്. ഐ വെന്റ് ടു ദ മാർക്കറ്റ് യെസ്റ്റർഡേ. ഇത് അപ്പു പറയാണ്. എന്ത്? ഐ വെന്റ് ടു ദ മാർക്കറ്റ് യെസ്റ്റർഡേ. ഈ ഉത്തരം കിട്ടണമെങ്കിൽ അമ്മു ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഓക്കെ, ഈ ഉത്തരം കിട്ടണമെങ്കിൽ അമ്മു എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവും? അപ്പു പറയുന്നു, യെസ് ഐ വെന്റ് ടു ദ മാർക്കറ്റ് യെസ്റ്റർഡേ. അതെ, ഞാൻ ഇന്നലെ മാർക്കറ്റിൽ പോയി. അതെ, ഞാൻ ഇന്നലെ മാർക്കറ്റിൽ പോയി. അപ്പൊ അമ്മു ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? നീ ഇന്നലെ മാർക്കറ്റിൽ പോയോന്നായിരിക്കും. നീ ഇന്നലെ മാർക്കറ്റിൽ പോയോന്നായിരിക്കും. ഓക്കെ ആണ്. സോ ആദ്യം ഞാൻ എന്ത് എഴുതണം എന്നാ പറയുന്നത്? ഓക്സിലറി വെർബ്, പിന്നെ സബ്ജക്റ്റ്, പിന്നെ വെർബ്. ശരിയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഉത്തരം ഒന്ന് വായിച്ചു നോക്കുന്നു. ഐ വെന്റ് ടു ദ മാർക്കറ്റ് യെസ്റ്റർഡേ. സർ, ഈ ചോദ്യത്തില് ഓക്സിലറി വെർബ് ഇല്ല. ഉണ്ട്. ഇവിടെയാണ് ഇതിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ ഓക്സിലറി വെർബ് ഉണ്ട്. എവിടെയാ ഓക്സിലറി വെർബ് ഉള്ളത്? ഇവിടെ ഓക്സിലറി വെർബ് ഉള്ളത് നിങ്ങളുടെ മെയിൻ വെർബിലാണ്. ഏത് വെർബിലാണ്? മെയിൻ വെർബിൽ. നമുക്കറിയാം ഗോ എന്നുള്ളത് V1 ആണ്. അതിന്റെ V2 ആണെന്ത്? വെന്റ്. അതിന്റെ V സിംഗുലർ ആണ് ഗോസ്. എന്ത്? ഗോസ്. V സിംഗുലർ ഫോം ആണ്. ഇതിനെയൊക്കെ നിങ്ങളൊന്ന് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഓർമ്മിച്ച് വെച്ചോളെ, ഇതിനെയൊക്കെ നിങ്ങളൊന്ന് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിലൊക്കെ ഓക്സിലറി വെർബ് ഒളിഞ്ഞു കിടപ്പുണ്ട്. ഗോ ഏത് ഓക്സിലറി വെർബ് ഉണ്ടെന്ന് അറിയോ? ഡു പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ബേസ് ഫോം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. എന്താ ബേസ് ഫോം എന്ന് പറഞ്ഞാൽ? ഗോ ആണ് ബേസ് ഫോം. എന്താ ബേസ് ഫോം എന്ന് പറഞ്ഞാൽ? ഫോർ എക്സാമ്പിൾ ഇപ്പൊ പ്ലേ എന്ന് പറഞ്ഞ വെർബിന്റെ ബേസ് ഫോം പ്ലേ ആണ്. റീഡിന്റെ ബേസ് ഫോം റീഡ് ആണ്. റൈറ്റിന്റെ ബേസ് ഫോം റൈറ്റ് ആണ്. ഓക്കെ, സോ ഞാൻ ഗോ എന്ന് ഡു പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഗോ മാത്രം ബാക്കി. വെന്റ് എന്ന് പുറത്തെടുക്കുന്ന ഓക്സിലറി വെർബ് ഡിഡ് ആണ്. വെന്റിൽ ഒളിഞ്ഞു കിടക്കുന്ന ഓക്സിലറി വെർബ് ഏതാണ്? ഡിഡ് ആണ്. സോ വെന്റ് എന്ന് ഡിഡ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ബേസ് ഫോമേ ഉണ്ടാവുള്ളൂ. അത് ഏതാണ്? ഗോ ആണ്. ഏതാണ്? ഗോ. അടുത്തത് ഗോസ് ആണ്. അതിലുള്ള ഓക്സിലറി വെർബ് ഡെസ് ആണ്. ബാക്കി എന്തുണ്ടാവും? ബേസ് ഫോം ആയിട്ടുള്ള ഗോ ഉണ്ടാവും. ഓക്കെ ആണോ? ഈ ഫോർമാറ്റ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം, ഈ ഒരു ലോജിക്ക നിങ്ങൾക്ക് എല്ലാ ഗ്രാമർ ടോപ്പിക്കുകളിലും ആവശ്യം വരും. റിപ്പോർട്ടർ സ്പീച്ചിൽ ആവശ്യം വരും, ക്വസ്റ്റ്യൻ ടാഗിൽ ആവശ്യം വരും, WH ക്വസ്റ്റ്യനിലും യെസ് ഓർ നോ ക്വസ്റ്റ്യനിലും ആവശ്യം വരും. അപ്പോ ഇങ്ങനെ ഒരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ ഓക്സിലറി വെർബ് ഇല്ല എന്ന് വിചാരിക്കരുത്. ഇതിൽ ഓക്സിലറി വെർബ് ഉണ്ട്. ആ ഓക്സിലറി വെർബ് ഏതാണ്? ആ ഓക്സിലറി വെർബ് ഡിഡ് പ്ലസ് ഗോ ആണ്. ഏതാണ്? ഡിഡ് പ്ലസ് ഗോ ആണ്. ഡിഡ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവും? ഗോ ഉണ്ടാവും. ഇനി നിങ്ങൾ എഴുതിക്കോ, ഓക്സിലറി വെർബ് ഏതാണ്? ഡിഡ്. സബ്ജക്ട് ഏതാണ്? നീ ഇന്നലെ മാർക്കറ്റിൽ പോയോ? ഡിഡ് യു. അടുത്തത് വെർബ് എഴുതണം, പോയോ. സോ ഇവിടെ ഉള്ളത് വെന്റാ. വെന്റിന്ന് നിങ്ങൾ എന്ത് പുറത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്? ഓൾറെഡി പ്രോസസ് ചെയ്യും, പതുക്കെ പ്രോസസ് ചെയ്യും. വെന്റിന്ന് നിങ്ങൾ ഓൾറെഡി എന്ത് പുറത്തെടുത്തിട്ടുണ്ട്? ഡിഡ് പുറത്തെടുത്തിട്ടുണ്ട്. പിന്നെ എന്തേ ബാക്കി ഉണ്ടാവുള്ളൂ? ഗോയെ ബാക്കി ഉണ്ടാവുള്ളൂ. സോ ഡിഡ് യു ഗോ to the market? Did you go to the market yesterday? Did you go to the market yesterday എന്നുള്ളതാണ് ഇവിടുത്തെ WH ക്വസ്റ്റ്യൻ. ദിസ് ഈസ് സൂപ്പർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണല്ലോ? സോ WH ക്വസ്റ്റ്യൻ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ഓർമ്മിച്ച് വെക്കേണ്ടത്. ഇനി നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് നോക്കി. ഇവിടെ സ്യൂവും ഡോക്ടറും തമ്മിൽ ഒരു കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ലീഫില് സ്യൂ എന്ന് പറഞ്ഞ ക്യാരക്ടറും അതിലെ ഡോക്ടറും തമ്മിൽ ഒരു കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ സ്യൂ എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. നമുക്ക് ചോദ്യം കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇത് എന്ത് ക്വസ്റ്റ്യനാ? ഇതൊരു WH ക്വസ്റ്റ്യൻ ആണ്. എന്ത് ക്വസ്റ്റ്യൻ ആണ്? WH ക്വസ്റ്റ്യൻ ആണ്. കാരണം ഡോക്ടർ കൊടുക്കുന്ന ആൻസർ തുടങ്ങുന്നത് എന്തിലല്ല? യെസ്സിലോ നോയിലോ അല്ല. അപ്പൊ ഇത് എന്ത് ക്വസ്റ്റ്യൻ ആണ്? ആദ്യത്തെ അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് ഇവിടെ എഴുതാനുള്ള ചോദ്യം സർ ഒരു WH ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? WH ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തത് WH ക്വസ്റ്റ്യന്റെ ഒരു സാധാ ഫോമാറ്റ്, ഒരു യൂഷ്വൽ ഫോമാറ്റ് എന്താണെന്നോ? ആദ്യം ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടാവും. എന്തുണ്ടാവും? WH ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടാവും. ശരിയാണ്. പിന്നെ എന്തുണ്ടാവും? പിന്നെ ഓക്സിലറി വെർബ് എഴുതണം.
പിന്നെ എന്ത് എഴുതണം? സബ്ജക്റ്റ് എഴുതണം. പിന്നെ എന്ത് എഴുതണം? വെർബ് എഴുതണം. ശ്രദ്ധിക്കണേ, ഈ വെർബ് ഉണ്ടല്ലോ, ഇത് എല്ലാ ചോദ്യത്തിലും വരണമെന്നില്ല. എല്ലാ ചോദ്യത്തിലും ഈ വെർബ് വരണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് യുവർ നെയിം? അതൊരു WH ക്വസ്റ്റ്യൻ ആണ്. വാട്ട് WH ക്വസ്റ്റ്യൻ, ഈസ് ഓക്സിലറി വെർബ്, യുവർ നെയിം സബ്ജക്റ്റ്, നിന്റെ പേര് സബ്ജക്റ്റ്. അവിടെ പിന്നെ ഒരു വെർബ് ഉണ്ടോ? ഇല്ല. എല്ലാ കേസിലും വെർബ് വരണമെന്നില്ല. നിങ്ങൾക്ക് വെർബ് വരുന്ന കേസും വെർബ് വരാത്ത കേസും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈ ചോദ്യം നോക്കൂ. ഇതൊരു ഡോക്ടർ ഉത്തരം പറയാണ്, ജോൺസിയുടെ കണ്ടീഷൻ മോശമായി വരുന്നുണ്ട്. ജോൺസിയുടെ കണ്ടീഷൻ മോശമായി വരുന്നുണ്ട്. ഷീ നീഡ്സ് കോൺസ്റ്റന്റ് അറ്റൻഷൻ. അവൾക്ക് കൃത്യമായ അറ്റൻഷൻ, പരിപാലനം വേണം എന്നാണ് ഉത്തരം. നിങ്ങൾ എപ്പോഴും ഉത്തരമായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ആദ്യത്തെ പാരഗ്രാഫ്, ആദ്യത്തെ സെന്റൻസ് ആണ്. ഇവിടെ എന്താ ഉത്തരം കൊടുക്കുന്നത്? ആദ്യത്തെ ഉത്തരം എന്താണ്? ജോൺസീസ് കണ്ടീഷൻ ഈസ് ഗെറ്റിംഗ് വേഴ്സ്. ജോൺസിയുടെ കണ്ടീഷൻ മോശമായി വരുന്നുണ്ട്. ഇങ്ങനൊരു ഉത്തരം കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചോദ്യമാണ് ചോദിക്കേണ്ടത്? അത് നിങ്ങളുടെ ലോജിക്കാ. ഇങ്ങനെ ഒരു ഉത്തരം കിട്ടണമെങ്കിൽ ഞാൻ ചോദിക്കേണ്ട ചോദ്യം, എന്താണ് ജോൺസിയുടെ കണ്ടീഷൻ? എന്താണ് ജോൺസിയുടെ കണ്ടീഷൻ? ഉത്തരം, ജോൺസിയുടെ കണ്ടീഷൻ മോശമായി വരുന്നുണ്ട്. എന്താണ് ജോൺസിയുടെ കണ്ടീഷൻ എന്നാണ് എനിക്ക് ചോദിക്കേണ്ടത്. എന്താണ് എന്ന് അർത്ഥമുള്ള ഓക്സിലറി ക്വസ്റ്റ്യൻ വേർഡ് WH വേർഡ് വാട്ടാണ്. എന്താണ്? വാട്ടാണ്. ഇനി എവിടുന്നാണ് ഞാൻ ഓക്സിലറി വേർബ് എടുക്കുന്നത്? ഉത്തരത്തിന്ന്. ഉത്തരത്തിൽ ഏത് ഓക്സിലറി വേർബ് ഉണ്ട്? ഈസ് ഉണ്ട്. വാട്ട് ഈസ്, വാട്ട് ഈസ് സബ്ജക്റ്റ്, ജോൺസിയുടെ കണ്ടീഷൻ. ജോൺസിയുടെ കണ്ടീഷൻ എങ്ങനെയാണ്? വാട്ട് ഈസ് ജോൺസീസ് കണ്ടീഷൻ. ഉത്തരം കിട്ടിയോ? ഇവിടെ ഞാൻ എന്ത് എഴുതുന്നില്ല? വെർബ് എഴുതുന്നില്ല. വെർബിന് ഇനി ബാക്കിയൊന്നുമില്ല. എന്റെ ഉത്തരത്തിൽ വേറെ വെർബ് ഒന്നുമില്ല. ജോൺസീസ് കണ്ടീഷൻ ഈസ് ഗെറ്റിംഗ് വേഴ്സ്. വാട്ട് ഈസ് ജോൺസീസ് കണ്ടീഷൻ? ഇതാണ് ചോദ്യം. സിമ്പിൾ ആണ്. ഇത്രയും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പ്രോസസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് WH ക്വസ്റ്റ്യൻ. അതിന്റെ കാരണം നമ്മൾ ഇതിന്റെ ബേസിക് ഫോർമാറ്റുകളൊക്കെ പഠിച്ചതുകൊണ്ടാണ്. ഇനി ഒരു ചോദ്യം കൂടി നമ്മൾ ചെയ്തതാണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഒരു ചോദ്യം കൂടി ശ്രദ്ധിക്കുക. ജൂലിയാന കോക്കയുടെ അമ്മ ജൂലിയാന കോക്കയോട് എന്തോ ഒരു ചോദ്യം ചോദിക്കുന്നു. എന്ത് ചോദ്യം നമുക്ക് അറിയില്ല. ഉത്തരം വായിക്കുന്നു, ഐ ലുക്ക് ടയർഡ് ബിക്കോസ് ഐ സ്ലെപ്റ്റ് ലേറ്റ് ലാസ്റ്റ് നൈറ്റ് ബട്ട് ഐ ആം ഫൈൻ. ഈ വായനയുണ്ടല്ലോ, ഈ മലയാളത്തിലേക്ക് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കുന്ന ആ റീഡിംഗ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ഐ ലുക്ക് ടയേർഡ്, ഞാൻ വളരെ ടയേർഡ് ആണ്, കാരണം ഐ സ്ലെപ്റ്റ് ലേറ്റ് ലാസ്റ്റ് നൈറ്റ്, ഞാൻ ഇന്നലെ വൈകിയാണ് ഉറങ്ങിയത്, പക്ഷെ ഐ ആം ഓക്കെ, ഐ ആം ഫൈൻ എന്നാണ് പറയുന്നത്. ഞാൻ ടയേർഡായി തോന്നാനുള്ള കാരണം ഇതാണ്. അപ്പൊ എന്തായിരിക്കും അമ്മ ചോദിച്ചിട്ടുണ്ടാവുക? എന്താണ് നീ ടയേർഡ് ആവുന്നത്? എന്താണ് നീ ടയേർഡായത്? എന്താണ് നീ ടയേർഡായത്? നോക്കിക്കോളെ, ഇവിടെ സ്വാഭാവികമായിട്ടും ഒരു ആൻസർ വരും. നിങ്ങൾ കണ്ണും പൂട്ടി എഴുതുന്ന ഒരു ആൻസർ ഉണ്ട്. വൈ ആർ യു ടയേർഡ്? വൈ ആർ യു ടയേർഡ്? പക്ഷെ ഈ ഉത്തരം തെറ്റാണ്. ഈ ഉത്തരം അപ്രോപ്രിയേറ്റ് ആണ്, പക്ഷെ ഇതല്ല ഇതിന്റെ പ്രോപ്പർ ആൻസർ. എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പഠിച്ചൊരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിൽ ആദ്യം എന്തുണ്ടാവണം? ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടാവണം, പിന്നെ എന്തുണ്ടാവണം? ഓക്സിലറി വേർബ് ഉണ്ടാവണം, പിന്നെ സബ്ജക്റ്റ് ഉണ്ടാവണം, പിന്നെ വേർബ് ഉണ്ടാവണം. സർ, ഈ പറഞ്ഞൊക്കെ ഈ ഉത്തരത്തിലുണ്ടല്ലോ. വൈ ക്വസ്റ്റ്യൻ വേർഡ്, ആർ ഓക്സിലറി വേർബ്, യു സബ്ജക്റ്റ്, ടയേർഡ് വെർബ്. പക്ഷെ ആറാണ് ഓക്സിലറി വേർബ് എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഉത്തരം നിങ്ങൾ എവിടെ നിന്ന് എടുക്കണം? ചോദ്യത്തിലുള്ള ഓക്സിലറി വേർബ് നിങ്ങൾ ഉത്തരത്തിൽ നിന്ന് എടുക്കണം. നോക്കിക്കോളെ, ആദ്യം പറഞ്ഞത് കറക്റ്റാ. വൈ, എന്തുകൊണ്ട് നീ ടയേർഡായി കാണപ്പെടുന്നു. ഇനി ഞാൻ എഴുതേണ്ട സാധനത്തിന്റെ പേര് ഓക്സിലറി വേർബ് എന്നാണ്. കൃത്യമായിട്ട് കേട്ടോ. ഇവിടെ ഉള്ള മെയിൻ വേർബ് ഏതാ നോക്കൂ. അപ്പൊ അടുത്തൊരു ചോദ്യമുണ്ട്, സാർ ലുക്കും വെർബാണ്, ടയേർഡും വെർബാണ്. ലുക്ക് വെർബാണ്, ടയേർഡ് വെർബാണ്. സാർ എന്തിനാ ഇതെടുത്ത്? സാർക്ക് എന്തോ ഇത് എടുത്തൂടെ? അപ്പൊ ഉത്തരം ഇതാണ്. സാർ, സബ്ജക്റ്റിന് അടുത്തുള്ള വെർബ് ആയിരിക്കും മെയിൻ വെർബ്. സബ്ജക്റ്റ് ഏതാ? ഐ ആണ്. അപ്പൊ അതിനടുത്തുള്ള വെർബ് ഏതാ? ലുക്ക്. ഓക്കെ, ഇനി നോക്കിക്കോളെ, ആ ലുക്കിനെ ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്. ലുക്ക് എന്ന് പറഞ്ഞാൽ V1 ആണ്. ലുക്കിൽ എന്തുണ്ട്? ഡു പ്ലസ് ലുക്ക് ഉണ്ട്. എന്തുണ്ട്? ഡു പ്ലസ് ലുക്ക് ഉണ്ട്. ഈ ഫോർമുല ഞാൻ നിങ്ങൾക്ക് ഇവിടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത് വീണ്ടും വീണ്ടും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം, ഇത് പഠിക്കണം, ഇത് ബൈഹാർട്ട് ചെയ്യണം. ഓക്കെ, സോ ഡൂയുടെ കൂടെ ലുക്ക് ചേർന്ന ലുക്കായി. അപ്പൊ ഇവിടെ ഉള്ള ഓക്സിലറി വെർബ് ആറല്ല, ഏതാണ്? ഡു ആണ്. വൈ ഡു. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആ. അടുത്ത സബ്ജക്ട്, നീ എന്താണ് ടയേർഡ് ആയെന്നല്ലേ. അപ്പൊ നീ എന്താ? വൈ ഡു യു ലുക്ക്
വൈ ഡു യു ലുക്ക് ടയേർഡ്? വൈ ഡു യു ലുക്ക് ടയേർഡ്? അപ്പൊ അതിന്റെ ഉത്തരവ് കിട്ടിയോ? കിട്ടി. സോ ഈ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ ഇതിന്റെ ആൻസേഴ്സ് ഫോർമുലേറ്റ് ചെയ്യേണ്ടത്. അല്ല നമുക്ക് തോന്നിയ പോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലായ്പ്പോഴും ശരിയാവണം എന്നില്ല. കാര്യം മനസ്സിലായോടാ? സോ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് WH ക്വസ്റ്റിനെ കുറിച്ചും യെസ് ഓർ നോ ക്വസ്റ്റിനെ കുറിച്ചും പറയാനുള്ളത്. എനിക്കറിയാം ഇതൊരു വലിയ ടോപ്പിക് ആണ്, എന്നാലും നമ്മൾ പരമാവധി കാര്യങ്ങൾ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. കുറച്ച് ലെങ്തി ആണ് എനിക്കറിയാം, പക്ഷേ ഇത്രയുമെങ്കിലും നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കിത് യൂസ്ഫുൾ ആവില്ല. അപ്പൊ നിങ്ങളോട് എനിക്കുള്ള ഒരു റിക്വസ്റ്റ് ഇതാണ്, പരമാവധി ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യാം? പ്രാക്ടീസ് ചെയ്യാം. നോക്കൂ, ഗ്രാമറിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള എല്ലാ മനുഷ്യന്മാരും ഒരിക്കൽ ഒരു ബിഗിനർ ആയിരുന്നു നിങ്ങളെ പോലെ. അവർ എന്ത് ചെയ്തു? അവർ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു, അവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഓക്കെ, സോ ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ ദാറ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ആ ഒരു പ്രോസസ്സിൽ ഉപകാരപ്രദമാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2 കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, നമ്മുടെ ഗ്രാമർ സീരീസിലെ 3ാമത്തെ എപ്പിസോഡാണിത്. ആദ്യത്തെ 2 എപ്പിസോഡിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. 4ാമത്തെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിന്റെ ലിങ്ക് എത്രയും പെട്ടെന്ന് ഇതേ കമന്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്ത് വെക്കും. സോ നാളെയോ മറ്റന്നാളോ നിങ്ങൾക്ക് ഈ കമന്റ് ബോക്സ് വന്നൊന്ന് സെർച്ച് ചെയ്യാവുന്നതാണ്. 2ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കോമന്റ്സ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഞാനത് വായിക്കും. ഓക്കെ, അത് ചുവന്ന നിറത്തിലുള്ള ഒരു സ്മൈലി ആണെങ്കിലും, ചുവന്ന നിറത്തിലുള്ള ഹാർട്ടിന്റെ ഒരു സ്മൈലി ആണെങ്കിലും അത് നിങ്ങളുടെ സ്നേഹമായി ഞാൻ കണക്കാക്കും. സോ ഇനിയും ഇതുപോലുള്ള വീഡിയോയുമായിട്ട് നമ്മൾ വരും. നമ്മുടെ എല്ലാ ടീച്ചേഴ്സും നിങ്ങളുടെ മുമ്പിൽ വരും. സോ കമന്റ് ഇടുന്ന കാര്യം മറന്നു പോകരുത്, വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യവും മറന്നു പോകരുത്. സോ പീപ്പിൾ, സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ഐ സീ യു സം അദർ ഡേ. ബൈ ബൈ.